ഈ ഫാത്തിമാൻഷി എന്നൊരു മോളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ഭുതമാണ് ആ കുട്ടി. ഒട്ടും കാഴ്ചയില്ലെങ്കിലും അവൾ കേട്ട് പഠിച്ചത് ചൈനീസ് ഭാഷയടക്കം 14 ഭാഷകളാണ്. അതിമനോഹരമായിട്ട് പാടും, കീബോർഡ് വായിക്കും. ഈയിടെ സിംഗപ്പൂരിൽ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ അവളെയും കൊണ്ടുപോയിരുന്നു. അവൾ അന്ന് പാടിയ ചൈനീസ് പാട്ടിൻ്റെ ഉച്ചാരണം കേട്ട് ചൈനക്കാർ പോലും അമ്പരന്നു. ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യൻ അംബാസഡറായിട്ട് മാറുക എന്നുള്ളതാണ് ഫാത്തിമയുടെ ലക്ഷ്യം. അവളതാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഒരു കാലത്ത് കണ്ണുപൊട്ടനെന്നും മുടന്തനെന്നും ഒറ്റക്കയ്യനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച ആളുകൾ ആക്ഷേപിച്ചിരുന്നവർ തന്നെയാണ് ഇന്ന് കലക്ടറും ബിസിനസ് സ്ഥാപനങ്ങളുടെ സിഇഒമാരും കോളേജ് പ്രൊഫസർമാരും ഒക്കെ ആയി മാറുന്നത് എന്നത് അവരെ കളിയാക്കി വിളിക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ്. ഈ അഷ്ടവക്രൻ രാജസദസ്സിലേക്ക് കയറി വന്നപ്പോൾ പണ്ഡിത സദസ്സ് മുഴുവൻ അയാളുടെ രൂപം കണ്ട് കളിയാക്കി ചെയ്തൊരു കഥ കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ 8 കൂനുകളുള്ള അഷ്ടവക്രനാവും ചരിത്രത്തിലെ ആദ്യത്തെ ഡിസേബിൾഡ് പേഴ്സൺ. പരിഹസിക്കുന്ന പണ്ഡിതരോട് അഷ്ടവക്രൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ പുറം ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി അകം കൂടി കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ മഹാപണ്ഡിതരോട് അഷ്ടവക്രൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉത്തരം കിട്ടാതെ തോറ്റുപോയ അവർ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അഷ്ടവക്രൻ പറഞ്ഞ ഉത്തരം കേട്ട് ആ പണ്ഡിത സദസ്സ് മുഴുവൻ അയാളുടെ മുമ്പിൽ തലകുനിക്കുന്നുണ്ട്. അവിടെ തോറ്റുപോയത് ആരാണ് എന്ന് മനസ്സിലായില്ലേ? അത് മതി.